കാലം സാക്ഷി. കാലങ്ങൾക്കപ്പുറത്ത് കാലയവനികയ്ക്കുള്ളിലെ കല്ലുപാകിയ കല്ലറകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പൂർവ്വപിതാക്കന്മാരുടെ പ്രാർത്ഥനാ പരിമളമേകുന്ന 125 വർഷങ്ങൾ പിന്നിടുന്ന മല്ലശ്ശേരി സെന്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവകയുടെ ശതോത്തര രജത ജൂബിലി ആഘോഷങ്ങളുടെ ഈ ധന്യ നിമിഷങ്ങൾക്ക് കാലം നേർസാക്ഷിയാകുന്നു. ചരിത്രം സാക്ഷി. പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്ത് നിന്ന് ഏതാണ്ട് 4 കിലോമീറ്റർ മാറി മല്ലശ്ശേരി എന്ന ഈ ഗ്രാമത്തിൽ തലയെടുപ്പോടെ നിലകൊള്ളുന്ന മല്ലശ്ശേരി പള്ളിയുടെ ചരിത്ര ഏടുകൾ അതേ ചരിത്രം സാക്ഷിയാക്കി തന്നെ ഇന്നും നിലകൊള്ളുന്നു. പരിശുദ്ധ ദൈവമാതാവിന്റെ നാമത്തിൽ 125 വർഷങ്ങൾക്ക് മുമ്പ് മലങ്കര സഭയുടെ പ്രഖ്യാപിത പരിശുദ്ധനായ പരിശുദ്ധ പരിമല മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ പാവന കരങ്ങളാൽ ബലിപീഠ ശിലാസ്ഥാനം നിർവഹിച്ച് പുണ്യമാക്കപ്പെട്ട മല്ലശ്ശേരി സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി തുമ്പമൺ ഭദ്രാസനത്തിന് കീഴിൽ സഭാ ചരിത്ര പ്രാധാന്യമുള്ള ദേവാലയങ്ങളിലൊന്നാണ്. അശരണർക്കും ആലംബഹീനർക്കും ആശ്രയമായി നിലകൊള്ളുന്ന, വിളിച്ചാൽ വിളി കേൾക്കുന്ന പരിശുദ്ധ ദൈവമാതാവിന്റെ അനുഗ്രഹം നാടിനും നാട്ടാർക്കും ചൊരിയുന്ന ഈ ദേവാലയം അതിന്റെ ശതോത്തര രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളന വേദിയിൽ ചരിത്രവർഷത്തിലെ ഈ ചരിത്ര നിമിഷങ്ങളിലൂടെ നമുക്കല്പം പിന്നോട്ട് നടക്കാം. ഇടവകയുടെ ശതോത്തര രജത ജൂബിലി ആഘോഷങ്ങളുടെ ലോഗോ പ്രകാശനം 2022 നവംബർ 22 അന്നത്തെ ഇടവക മെത്രാപ്പൊലീത്ത അഭിവന്ദ്യ കുറിയാക്കോസ് മാർ ക്ലീമിസ് തിരുമനസ് നിർവഹിച്ചുകൊണ്ട് ആഘോഷ പരിപാടികൾക്ക് നാന്ദി കുറിച്ചു. തുടർന്ന് 2022 ഡിസംബർ 11 പരിശുദ്ധ ബാവ തിരുമേനിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി റവറൻ ഫാദർ ഡോക്ടർ ജോൺസ് എബ്രഹാം കോനാട്ട് ശതോത്തര രജത ജൂബിലി ആഘോഷങ്ങളുടെ കലണ്ടർ പ്രകാശനം നിർവഹിച്ചു. ശ്രീ ജെയിംസ് സോമല്ലൂർ രചന നിർവഹിച്ച് ശ്രീ ജിജോ ചേരിയിൽ സംഗീതം നൽകി പ്രശസ്ത ഗായകൻ ശ്രീ മാർക്കോസ് ആലപിച്ച ശതോത്തര രജത ജൂബിലി ഗാനം 2023 ജനുവരി 1 ഗായകൻ ശ്രീ മാർക്കോസ് അവர்கள் തന്നെ പുറത്തിറക്കുകയുണ്ടായി. തുടർന്ന് 2023 ജനുവരി 8 രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക സഹവികാരി റവറൻ ഫാദർ ലിജിൻ എബ്രഹാമിന്റെ സാന്നിധ്യത്തിൽ ഇടവക വികാരി റവറൻ ഫാദർ സാം കെ ഡാനിയൽ പെരുന്നാൾ കൊടിയേറ്റ് നിർവഹിച്ചു. അന്നേ ദിവസം ഉച്ചയ്ക്ക് 1:30 തുമ്പമൺ ഭദ്രാസന ആസ്ഥാനമായ ബേസിൽ അരമനയിൽ നിന്ന് ആരംഭിച്ച ദീപശിഖ റാലി വിവിധ ദേവാലയങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വൈകിട്ടോടെ ഇടവകയുടെ തെങ്ങുംകാവ് ഭാഗത്തെ സെന്റ് തോമസ് കുരിശടിയിൽ എത്തിച്ചേർന്ന് അവിടെ നിന്നും 1000-ഓളം ഇടവക വിശ്വാസികൾ അണിനിരന്ന ദീപശിഖ റാലി ആഘോഷപൂർവ്വം ഭക്തി നിർഭരമായി പരിശുദ്ധ ദേവാലയത്തിൽ എത്തിച്ചേർന്നു. സ്വന്തമായി ഭവനമില്ലാത്ത നമ്മുടെ ഇടവകയിലെ 3 സഹോദരർക്ക് ഭവനം വെച്ച് കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള സഹോദരന് ഒരു വീട് എന്ന പദ്ധതി ഈ ആഘോഷ പരിപാടികളുടെ മാറ്റുകൂട്ടി എന്നതിൽ സംശയമില്ല. ഈ 3 ഭവനങ്ങളും നിർമ്മാണം പൂർത്തിയാക്കി പരിശുദ്ധ പിതാക്കന്മാരാൽ കൂദാശയും നിർവഹിച്ചു. ഈ ഭവനങ്ങളുടെ താക്കോൽദാനം പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമനസിന്റെ പാവന കരങ്ങളാൽ ഇന്ന് നിർവഹിക്കപ്പെടുന്നു. ഒരുക്ക ധ്യാനം, മെഡിക്കൽ ക്യാമ്പ്, എഡ്യൂക്ക 2023, യുവജന സംഗമവും നേതൃശിബിരവും, വോളിബോൾ ടൂർണമെന്റ്, പ്രവാസി സംഗമം, സീനിയർ സിറ്റിസൺസ് ഫോറം പദ്ധതി നമ്മൾ ഒന്നിച്ച്, അഖില മലങ്കര ക്യൂസ് മത്സരം, സൈനികരുടെയും അർദ്ധസൈനികരുടെയും കുടുംബ സംഗമം, സല്യൂട്ട് 2023, വനിതാ സംഗമം, ക്രിസ്മസ് ന്യൂ ഇയർ സന്ധ്യ, റംഷോ ഷാഫിറോ, ഇടവക കുടുംബ സംഗമം,
ഇടവകയിലെ 80 വയസ്സ് പൂർത്തിയാക്കിയവരെ ആദരിക്കൽ. പരിശുദ്ധ ബാവ തിരുമേനിയുടെ സഹോദരൻ പദ്ധതിയിലേക്ക് സംഭാവനാ സമർപ്പണം, ഇന്ന് നടക്കുന്ന ഈ മഹാസമ്മേളനം തുടങ്ങിയവയെല്ലാം മല്ലശ്ശേരി സെന്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവകയുടെ ചരിത്ര ഏടുകളിൽ സുവർണ ലിപികളാൽ എഴുതി ചേർക്കുന്നവയാണ് എന്നതിൽ തർക്കമില്ല. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് അരുളി ചെയ്ത് അത് തന്റെ ജീവിതത്തിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുത്ത് തന്റെ ജീവനും ജീവിതവും നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി കാൽവരിയിൽ യാഗമായി അർപ്പിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ 2ാം വരവിന് പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന നമുക്കും നല്ല മാതൃകയാകാം. നമ്മുടെ ദേവാലയത്തിന്റെ ഈ ആഘോഷ നിറവിൽ നമുക്കും സ്നേഹിക്കാം നമ്മുടെ സഹോദരരെ, നമുക്കും ആദരിക്കാം നമ്മുടെ പൂർവികരെ. ഇല്ലായ്മയിലും വല്ലായ്മയിലും യാതനയിലും വേദനയിലും കൂടെ നിന്ന് നമുക്കും നിറവേറ്റാം നമ്മുടെ പിതാവിന്റെ കൽപ്പനകൾ. ഈ ദേവാലയത്തിന്റെ സ്ഥാനം കണ്ടെത്തിയ നമ്മുടെ പൂർവികർ മുതൽ ഓരോ നിർമ്മാണ ഘട്ടത്തിലും കൂടെ നിന്നവർ തുടങ്ങി അനുഗ്രഹാശീർവാദങ്ങളിലൂടെ നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരുമല തിരുമേനി മുതൽ ഇന്ന് വരെയുള്ള നമ്മുടെ എല്ലാ തിരുമേനിമാരെയും, വിശിഷ്യ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയെയും, നമ്മുടെ ഭദ്രാസന മെത്രാപ്പൊലീത്തയെയും മറ്റ് സഭാ മേലധ്യക്ഷന്മാരെയും, ദേവാലയത്തിന്റെ ശുശ്രൂഷകൾക്ക് നമ്മെ നയിച്ചവരും നയിച്ചുകൊണ്ടിരിക്കുന്നവരുമായ സകല വൈദിക ശ്രേഷ്ഠരെയും, നമ്മുടെ എല്ലാ പൂർവ്വ പിതാക്കന്മാരെയും ഗുരുജനങ്ങളെയും മാതാപിതാക്കളെയും ഇത്തരുണത്തിൽ സ്മരിച്ചുകൊണ്ട് 125 വർഷങ്ങൾ നമ്മെ പരിപാലിച്ച ദൈവിക നന്മയ്ക്ക് നമുക്കൊരുമിച്ച് നന്ദി കരേറ്റാം. നന്ദി.